അസൗകര്യം 2 വർഷം എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. ചിലർക്ക് അസൗകര്യം ഉണ്ടായാല് അവരെ പരിഗണിക്കുന്നവർക്ക് അതായത് ആ വരുന്ന ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ഉണ്ടായി, ചിലർക്ക് ഉണ്ടാവുമ്പോ എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പൊ അവര് ഈ ഉന്നത നേതൃത്വം എല്ലാം ഒഴിവാക്കി വരുമ്പോൾ വിഷയത്തില് ഷാജി പറഞ്ഞതിനെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ പ്രതികരണം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും മുതിർന്ന നേതാക്കൾ വരെ പ്രതികരിക്കുന്നുണ്ട്. തീരുമാനത്തിന് മുമ്പാണ് അവർ പറയുന്നത് ഇനി ഒരു പ്രതികരണം ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ ലീഗ് വലിയ തോതിൽ ആളുകളുടെ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയിരുന്നു. കാരണം സഭയിലെ ആളുകൾ ലീഗ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ലീഗ് നേതൃത്വം ലീഗിന്റെ വിഷയം നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അത് ലീഗ് ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. മുസ്ലിം സംഘടനയുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘടനയുടെ തീരുമാനം, അതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കാരണം മുസ്ലിം ലീഗിന്റെ ഒരു പ്രാതിനിധ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ ലീഗ് എടുത്തിട്ട് അത് തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനം. അതല്ലാത്ത അഭിപ്രായങ്ങളൊന്നും മുസ്ലിം ലീഗിന്റെ അഭിപ്രായമല്ല. ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. അതായത് ഈ വിഷയത്തില് പരസ്യ പ്രസ്ഥാനങ്ങളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിന്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ലീഗിന്റെ തീരുമാനം എന്താണെന്ന്. അത് തന്നെയാണ് ലീഗിന്റെ തീരുമാനം. അതിലൊരു മാറ്റമില്ല. അത് മുൻപത്തെ ഇഷ്യൂസ് അത് ഗവൺമെന്റ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. സമസ്ത പഠിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ആധാരം കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്ന സമസ്ത പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഒരു സർക്കാർ ഉണ്ടല്ലോ, നമുക്ക് നിയമവും കോടതിയൊക്കെ ഉണ്ട്, അവരെ ചെയ്യേണ്ടത്. ഇത് ലീഗിന്റെ ആളുകളെ വന്ന് ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കുക, നിങ്ങൾ പറയുന്നതൊക്കെ എന്നിട്ട് ലീഗ് പറഞ്ഞത് അവര് അങ്ങനെ ഒരാൾ അങ്ങനെ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ വാർത്തയാക്കാം. അത് നല്ലതാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അത് ഗവൺമെന്റ് തീരുമാനം, അതല്ലേ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് അതൊരു മതപരമായ കാര്യമായതുകൊണ്ട് അതിന്റെ ആധാരമൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പറയാൻ പറ്റും. മറ്റുള്ള പിന്നെ വിഭാഗക്കാർ അവർ ചിലപ്പോൾ അതിന്റെ ആധാരം പഠിച്ചിട്ടുണ്ടാവും. ഞങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതോന്നല്ല. ഈ വഖഫ് എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ എഴുതപ്പെടുന്ന അതിന്റെ നിബന്ധനകളോടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. വഖഫ് സാധൂകരിക്കപ്പെടൂലേ, അല്ലെങ്കിൽ വഖഫിൽ അയാൾ പിന്നെ പറഞ്ഞ നിബന്ധനകൾ പരിഗണിക്കണ്ടേ എന്നൊക്കെ ഉള്ള ചില ചർച്ചകളൊക്കെ ഉണ്ട്. അതാണ് ഞങ്ങളതിനെ പറ്റി പഠിക്കണം. ഇതൊരു മതവിധി ആയതുകൊണ്ട് അതിന് വിട്ടുവീഴ്ചയായിരിക്കുമോ? അല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ കൊണ്ടുണ്ട്. നിങ്ങളിങ്ങനെ ഓരോ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉഷാവറിയിൽ അത് ഉഷാവർ കഴിഞ്ഞ ദിവസം ചോദിക്കാം. അയാളങ്ങനെ രണ്ടും ആവാം. അതാണ് നമ്മളെ മോട്ടിവേഷനാണ് നമ്മളെ അടിസ്ഥാനം. നമ്മളോട് അവര് പറഞ്ഞിട്ടുണ്ട്, അവരെ സംഗതി പറഞ്ഞിട്ടുണ്ട്. ഈ സമസ്തയിലെ ഭിന്നത മറ്റു ചിലർ മുതലെടുക്കുന്നില്ലേ? അത് എല്ലാത്തിലും ഭിന്നതയല്ല, അതിനെതിരുള്ളവരൊക്കെ മുതലെടുക്കും. അത് സ്വാഭാവികമാണ്. അത് മുതലെടുക്കണം നമ്മൾ പറയുന്നത്. ഇപ്പൊ ഭിന്നത ഉണ്ടെങ്കിൽ അത് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ സമസ്തയിൽ ഭിന്നത ഉണ്ടെങ്കിൽ മറ്റുള്ള ഭിന്നത ഇല്ലാതെ നമ്മൾ പറയുന്നത്. ഓരോന്ന് ശ്രദ്ധിച്ചാൽ വലുതാക്കാതിരുന്നാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ അതിന്റെ ശേഷം പറയേണ്ടതൊക്കെ നിങ്ങൾ എളുപ്പം പറയാൻ പറ്റില്ല. പറഞ്ഞ മലയാളം മനസ്സിലായില്ല. ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല, അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞു. ഈ മുഷാവറ ബുധനാഴ്ചയല്ലേ ഞങ്ങളെ കോഴിക്കോട് വെച്ച്? അപ്പൊ അതിനുശേഷം എന്തായാലും ഉണ്ടാവുള്ളൂ അല്ലേ? മുഷാവർക്ക് അതിൻ്റെതായ സ്വഭാവം ഉണ്ടാവുമല്ലോ. സംഘടന മുഷാവറല്ലേ, അപ്പൊ അതിന് പല ചർച്ചകളും ഉണ്ടാവും, പലതും ഉണ്ടാവും. അതൊന്നിപ്പോ പറയാൻ പറ്റില്ലല്ലോ. മലപ്പുറത്ത് തന്നെയാണോ ആലോചിക്കും? മലപ്പുറത്ത് തന്നെയാണോ ഉണ്ടാവുക? അടുത്ത മീറ്റിംഗ് ഏറ്റവും വലുത് അച്ചടക്കം പ്രധാനമാണ്. അച്ചടക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ, അച്ചടക്കം അച്ചടക്കത്തിനെതിരായിട്ട് ഒത്തുപെടുണ്ടായിട്ടില്ല. അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതികൾ. രണ്ടു കൂട്ടർക്കും പരാതി ഉണ്ടാവും. അനുസരിച്ച് പ്രവർത്തനത്തിന് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ?
അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളതിന് വേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടതുപോലെ ആരെങ്കിലും നടപടി എടുക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെല്ലാം നടപടി എടുക്കുക, ആ നടപടി എടുക്കലല്ല നമ്മളെ നിലവാരം. അതിന് നിലപാട് അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ച് പോവുക എന്നുള്ളതാണ്. സമസ്ത ഒറ്റക്കെട്ടായി പോകണമെന്നുള്ളത് നമ്മൾ സുന്നികളുടെ മാത്രം ആവശ്യമല്ല, അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നത്. അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്നിവിടെ കൂടി. പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മുടെ അടിസ്ഥാനം. അത്രയാണ്, അത് മനസ്സിലാക്കാം. നടപടിയല്ല. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.